ഹലോ, വെൽക്കം ടു ഫുഡ് ആൻഡ് വിഷസ്. ഇന്ന് നമുക്കൊരു അടിപൊളി റാപ്പ് ആയാലോ? നല്ല സ്പൈസിയും ടേസ്റ്റിയും ഒക്കെ ആയിട്ടുള്ള ഒരു ചിക്കൻ ടോട്ടല്ല റാപ്പ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇത് റാപ്പ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പം നമുക്ക് നമ്മുടെ ടോട്ടല്ല റാപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ചെറുതായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഇവിടെ ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുവാണേ. ഇതൊരു മീഡിയം സൈസ് സവോളയാണ്. ഇത് ഒത്തിരി അങ്ങോട്ട് വഴലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവോള ഒന്ന് ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്, ഒത്തിരി ഇങ്ങോട്ട് ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് വഴന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുത്താണ്. ഇത് നിങ്ങൾ എത്ര റാപ്പ് ഉണ്ടാക്കുന്നോ അതിനുള്ള അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ കളറൊക്കെ ഇതുപോലെ ഒരു വൈറ്റ് കളറിലേക്ക് മാറി വരുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചോളും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മസാല എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് ബോൺലെസ് ആയത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് മതിയാവും. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ ചിക്കൻ എന്തായെന്ന്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതിനകത്ത് വെള്ളം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പം ഞാൻ അതിനു മുമ്പ് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. നമുക്ക് അധികം വെള്ളമൊന്നുമില്ല, എന്നാലും നമുക്കിതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നമുക്കിവിടെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ രീതിയിലാണ് നമ്മളിപ്പോൾ റാപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ടോർട്ടില്ല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മളിത് 4 പോർഷനായിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് പോർഷനിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ഞാനിപ്പോൾ ഇത് ഒരു കുറച്ച് മയോണൈസും പിന്നെ ചില്ലി സോസ്, അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ്, ഇത്രയും ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു സ്പൈസി മയോണൈസ് പോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോർഷനിൽ ഇതൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ റാപ്പ് ഒന്ന് സ്പൈസി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പോർഷനിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് ആണ് കേട്ടോ. കുറച്ച് ചിക്കൻ എടുത്ത് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം.
ഇപ്പം നമ്മൾ ചിക്കൻ ഫില്ലിംഗ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പോർഷനിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് ലെറ്റൂസ് ഇവിടെ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ലെറ്റൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാബേജ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് കുറച്ച് കുക്കുംബർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് വെജിറ്റബിൾസ് ഒക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ വെക്കുന്നത് കുറച്ച് ടൊമാറ്റോ ആണ്. നമ്മൾ വെജിറ്റബിൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പോർഷനിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഒരു സ്ലൈസ് ചീസാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കാവേ. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പോർഷൻ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് തിരിച്ച് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുന്നു. ഇനി നമ്മുടെ ചീസ് ഇരിക്കുന്ന ഭാഗത്തേക്ക് ആ പോർഷൻ ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമ്മുടെ റാപ്പ് ഇതേപോലെ ഇരിക്കും, നല്ല ഭംഗിക്കിരിക്കും. നമുക്ക് മിക്സായിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതേപോലെ ഇരിക്കും. ഇതേപോലെ നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാവേ. അപ്പം നമ്മുടെ റാപ്പെല്ലാം ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല ബട്ടറിലിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് കിട്ടും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ. ആ ചീസൊക്കെ ഒന്ന് മെൽട്ടായി വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പം ഇത് നമ്മുടെ റാപ്പ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഓരോ റാപ്പുകളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ റാപ്പ് ഇവിടെ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് മാറ്റാം. നമുക്ക് ബാക്കിയുള്ള റാപ്പും കൂടെ ഇതേപോലെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടോർട്ടില്ല റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നല്ല ടോസ്റ്റ് ചെയ്ത് നല്ല മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതിൻ്റെ ചീസൊക്കെ മെൽറ്റായിട്ട് നമ്മുടെ മയോണൈസും ഈ സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് മിക്സായി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പുറത്തൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊടുത്തുവിടാനൊക്കെ നല്ലൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒത്തിരി സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കല്ലേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.